ഇന്ത്യൻ മഹാസമുദ്രം ഇന്ന് കേവലം വ്യാപാര കപ്പലുകളുടെ യാത്രാപഥം മാത്രമല്ല, ലോകശക്തികളുടെ സൈനിക തന്ത്രങ്ങളുടെയും മേധാവിത്വത്തിന്റെയും ഒരു പ്രധാന വേദിയായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഏഷ്യൻ മേഖലയിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും നാവികസേനകൾ തങ്ങളുടെ അന്തർവാഹിനികളെ ഇന്ത്യൻ സമുദ്രത്തിലേക്ക് രഹസ്യമായി അയക്കുന്നത് വർദ്ധിച്ചു വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ നിശബ്ദ ഭീഷണികൾക്ക് വ്യക്തമായി മറുപടി നൽകേണ്ടത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുടെ ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്നാണ്. ഉപരിതലത്തിലുള്ള കപ്പലുകളെ റഡാറുകളിലൂടെ കണ്ടെത്താൻ എളുപ്പമാണെങ്കിലും സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇരുളിൽ പതുങ്ങിയിരിക്കുന്ന അന്തർവാഹിനികളെ കണ്ടെത്തുക എന്നത് കടലിൽ വീണ സൂചി തിരയുന്നതിന് തുല്യമായ സങ്കീർണമായ പ്രക്രിയയാണ്. ഈ വലിയ വെല്ലുവിളിക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണുകയാണ് ഇന്ത്യയുടെ സ്വന്തം പ്രതിരോധ ഗവേഷണ വികസന സംഘടന അഥവാ DRDO. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രാഫിക് ലബോറട്ടറിയുടെ നേതൃത്വത്തിൽ വികസിപ്പിക്കുന്ന ഒരു അത്യാധുനിക സംവിധാനം ഈ ഇന്ത്യൻ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നമ്മുടെ കണ്ണും കാതുമായി പ്രവർത്തിക്കും. ഈ സംവിധാനം പ്രവർത്തന സജ്ജമാകുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷാക്രമത്തിൽ വമ്പിച്ചൊരു കുതിച്ചുചാട്ടത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒരു നാവികസേനയുടെ ഏറ്റവും മാരകമായ ആയുധങ്ങളിലൊന്നാണ് അന്തർവാഹിനികൾ അഥവാ മുങ്ങിക്കപ്പലുകൾ. അവയുടെ ഏറ്റവും വലിയ കരുത്ത് അവയുടെ അദൃശ്യതയാണ്. വെള്ളത്തിനടിയിലൂടെ വളരെ നിശബ്ദമായി സഞ്ചരിക്കാൻ കഴിയുന്നതിനാൽ ശത്രുരാജ്യങ്ങളുടെ റഡാറുകളുടെയോ മറ്റു ഉപരിതല നിരീക്ഷണ സംവിധാനങ്ങളുടെയോ കണ്ണിൽപ്പെടാതെ നിർണായക വിവരങ്ങൾ ചോർത്താനും പെട്ടെന്നുള്ള ആക്രമണങ്ങൾ നടത്താനും ഇവയ്ക്ക് സാധിക്കും. അടുത്ത കാലത്തായി ചൈനയുടെ ആണവ സാധാരണ അന്തർവാഹിനികൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിരമായി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ചൈനീസ് ഗവേഷണ കപ്പലുകൾ എന്നവകാശപ്പെടുന്ന പല വെസലുകളും നമ്മുടെ സമുദ്രമേഖലയുടെ ഭൂപടം തയ്യാറാക്കുകയും ഭാവിയിലുള്ള അന്തർവാഹിനി ഓപ്പറേഷനുകൾക്ക് ആവശ്യമായ ഹൈഡ്രോഗ്രാഫിക് വിവരങ്ങൾ നിരന്തരം ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ സമുദ്ര അതിർത്തികൾ ലംഘിച്ച് കടന്നുവരുന്ന ഏതൊരു വിദേശ അന്തർവാഹിനിയെയും അത് നമ്മുടെ ജലത്തിൽ പ്രവേശിക്കുന്ന തുടക്കത്തിൽ തന്നെ കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇനി എന്താണ് ഈ യുഫോസ്? അണ്ടർ വാട്ടർ ഫൈബർ ഒപ്റ്റിക് സെൻസിംഗ് സിസ്റ്റം എന്നതിൻ്റെ ചുരുക്കമാണ് യുഫോസ്. ലളിതമായി പറഞ്ഞാൽ കടൽത്തട്ടിൽ സ്ഥാപിക്കുന്ന അത്യന്തം സൂക്ഷ്മതയുള്ള സെൻസറുകളുടെയും ഫൈബർ ഒപ്റ്റിക് കേബിളുകളുടെയും ഒരു സങ്കീർണ ശൃംഖലയാണിത്. വായുവിലൂടെയുള്ളതിനേക്കാൾ വേഗത്തിലും ദൂരത്തിലും ശബ്ദതരംഗങ്ങൾ വെള്ളത്തിലൂടെ സഞ്ചരിക്കും എന്ന ശാസ്ത്രീയ തത്വമാണ് ഇത്തരം അണ്ടർ വാട്ടർ നിരീക്ഷണ സംവിധാനങ്ങളുടെ അടിസ്ഥാനം. ഒരു സുപ്രധാന കെട്ടിടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സുരക്ഷാ ക്യാമറകൾ അവിടെ നടക്കുന്ന ചലനങ്ങളെല്ലാം ഒപ്പിയെടുക്കുന്നത് പോലെ സമുദ്രത്തിനടിയിലെ നേരിയ ശബ്ദങ്ങളും പ്രകമ്പനങ്ങളും മർദ്ദ വ്യതിയാനങ്ങളും തിരിച്ചറിയാൻ ഈ അത്യാധുനിക സെൻസറുകൾക്ക് കഴിയും. കടലിന്റെ അടിത്തട്ടിൽ സ്ഥിരമായി ഉറപ്പിക്കുന്ന ഈ സംവിധാനം ഉപരിതലത്തിൽ നിന്ന് കരയിലുള്ള ഒരു കൺട്രോൾ സ്റ്റേഷനിലേക്ക് തത്സമയം നിർത്താതെ വിവരങ്ങൾ കൈമാറിക്കൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു അന്യരാജ്യത്തിന്റെ മുങ്ങിക്കപ്പൽ ഈ മേഖലയിലൂടെ കടന്നു പോകാൻ ശ്രമിച്ചാൽ അവയുടെ എഞ്ചിനുകളിൽ നിന്നുണ്ടാകുന്ന നേരിയ ശബ്ദമോ വെള്ളത്തിലുണ്ടാകുന്ന അനക്കങ്ങളോ ഈ സെൻസറുകൾ ഉടനടി ഒപ്പിയെടുക്കുകയും കരയിലുള്ള ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. നിലവിൽ നമ്മുടെ സമുദ്രമേഖല നിരീക്ഷിക്കാൻ ഇന്ത്യൻ നാവികസേന പ്രധാനമായും ആശ്രയിക്കുന്നത് പെട്രോളിംഗ് കപ്പലുകൾ, P-8I പോലെയുള്ള മാരിടൈം പെട്രോൾ വിമാനങ്ങൾ, പ്രത്യേക ഹെലികോപ്റ്ററുകൾ എന്നിവയെയാണ്. ആകാശത്തു നിന്നും വെള്ളത്തിലേക്ക് സോണാർ ഉപകരണങ്ങൾ ഇട്ടുകൊണ്ടാണ് വിമാനങ്ങൾ മുങ്ങിക്കപ്പലുകളെ തിരയുന്നത്. ഇവയെല്ലാം വളരെ കാര്യക്ഷമമാണെങ്കിലും ഇവയുടെ പ്രവർത്തനത്തിന് ഒരു വലിയ പരിമിതിയുണ്ട്. വിമാനങ്ങൾക്കും കപ്പലുകൾക്കും ഒരു നിശ്ചിത സമയത്ത് മാത്രമേ ഒരു പ്രത്യേക മേഖലയിൽ നിരീക്ഷണം നടത്താൻ സാധിക്കുകയുള്ളൂ. അവ തങ്ങളുടെ റോന്തുചുറ്റൽ കഴിഞ്ഞ് മടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രദേശം വീണ്ടും സുരക്ഷിതമല്ലാതാകാം. ശത്രുക്കളുടെ അന്തർവാഹിനികൾ ഈ ഇടവേളകൾ മുതലെടുത്താണ് പലപ്പോഴും കടന്നു കയറാൻ ശ്രമിക്കുന്നത്. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കാവലുള്ളപ്പോൾ അദ്ദേഹമില്ലാത്ത സമയത്ത് നുഴഞ്ഞുകയറ്റക്കാർ കടന്നുകൂടുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണിത്. എന്നാൽ യുഫോ സംവിധാനം ഈ പോരായ്മ പൂർണ്ണമായും പരിഹരിക്കുന്നു. കടലിനടിയിൽ സ്ഥിരമായി സ്ഥാപിക്കുന്നതിനാൽ 24 മണിക്കൂറും ഒരു നിമിഷം പോലും ഇമവെട്ടാതെ ഇത് നിരീക്ഷണം തുടരും. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കടലിലെ കാലാവസ്ഥാ മാറ്റങ്ങൾ ബാധിക്കാതെ നിരന്തരം വിവരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥിരമായ നിരീക്ഷണ വലയമാണ് ഇതുവഴി ഒരുങ്ങുന്നത്. ഇന്ത്യയുടെ അഭിമാനമായ കൊച്ചിയിലെ NPOL ആണ് ഈ സ്വപ്ന പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഇന്ത്യയിലെ മികച്ച സാങ്കേതിക വ്യവസായ പങ്കാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സിസ്റ്റം നിർമ്മിച്ച് കടലിൽ സ്ഥാപിക്കുന്നതിനായി DRDO നിലവിൽ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിച്ചു കഴിഞ്ഞു. ഈ പ്രാഥമിക ഘട്ടത്തിന് ശേഷം താൽപ്പര്യമുള്ള കമ്പനികളിൽ നിന്ന് വിശദമായ പ്രപ്പോസലുകൾ സ്വീകരിച്ച് അന്തിമ കരാറിലേക്ക് കടക്കും. സെൻസർ അറേ നോഡുകൾ, കടലിനടിയിലൂടെ പോകുന്ന സബ്സീ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ, സബ്സീ ജംഗ്ഷൻ ബോക്സുകൾ, ബ്രാഞ്ചിംഗ് യൂണിറ്റുകൾ എന്നിങ്ങനെ സങ്കീർണമായ നിരവധി സാങ്കേതിക ഘടകങ്ങൾ അടങ്ങിയതാണ് യുഫോസ്. ഇവയെല്ലാം കടലിന്റെ അടിത്തട്ടിലൂടെ കരയിലെ ഒരു നിരീക്ഷണ കേന്ദ്രവുമായി നേരിട്ട് ബന്ധിപ്പിക്കും. 4 വർഷം അഥവാ 48 മാസങ്ങൾക്കുള്ളിൽ ഇതിന്റെ നിർമ്മാണവും വിന്യാസവും പൂർത്തിയാക്കാനാണ് പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഈ സംവിധാനത്തിന് കുറഞ്ഞത് 20 വർഷത്തെ പ്രവർത്തന ആയുസ് ഉണ്ടായിരിക്കും എന്നതാണ്. അതായത് ഒരൊറ്റത്തവണത്തെ നിക്ഷേപത്തിലൂടെ വരും ദശകങ്ങളിൽ മുഴുവൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് സമുദ്രത്തിനടിയിലെ നീക്കങ്ങളെപ്പറ്റി വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും.
തന്ത്രപ്രധാനമായ ഈ പ്രതിരോധ പദ്ധതിക്ക് നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ ലഭിക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ്. കടലിനടിയിൽ നാം വിരിക്കുന്ന ഈ അദൃശ്യ സുരക്ഷാ വലയിൽപ്പെടാതെ ഒരു വിദേശ അന്തർവാഹിനിക്കും ഇനി എളുപ്പത്തിൽ നമ്മുടെ തീരത്തേക്ക് അടുക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ തദ്ദേശീയമായ ഈ മുന്നേറ്റം കേവലം ഒരു സാങ്കേതിക വികസനം മാത്രമല്ല, മറിച്ച് നമ്മുടെ സമുദ്ര അതിർത്തികളെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിക്കും നൽകുന്ന ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. വരും കാലങ്ങളിൽ സമുദ്രയുദ്ധങ്ങളുടെ രീതി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ സാങ്കേതിക വിദ്യ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ ഇന്ത്യൻ നാവികസേനയുടെ നിരീക്ഷണ ശേഷിയിൽ പുതിയൊരു ചരിത്രം കുറിക്കപ്പെടും. ബാഹ്യശക്തികളുടെ വിദേശ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ നമ്മുടെ സ്വന്തം ലബോറട്ടറിയിൽ വികസിപ്പിച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നത് ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന് നൽകുന്ന ഊർജം ചെറുതൊന്നുമല്ല. ഈ സുപ്രധാന കാൽവെപ്പ് രാജ്യത്തെ കൂടുതൽ സുരക്ഷിതമാക്കുക മാത്രമല്ല, ആധുനിക സമുദ്ര സുരക്ഷാ സാങ്കേതിക വിദ്യയിൽ ലോകത്തെ മുൻനിര രാജ്യങ്ങൾക്കൊപ്പം നമ്മെ അഭിമാനത്തോടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ആഴക്കടലിലെ ഇരുട്ടിൽ ശത്രുവിന്റെ ഓരോ ചുവടുവെപ്പും ഇനി ഇന്ത്യയുടെ റഡാറുകളിൽ ഉണ്ടാകും എന്നത് രാജ്യത്തെ ഓരോ പൗരനും നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.